ഈ വീഡിയോ കാണുന്നതിൽ പലരും ഐഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് നാളുകളും വർഷങ്ങളുമായിട്ടുണ്ടാകാം. എന്നാൽ ഇത്രയും നാളും നിങ്ങൾ യൂസ് ചെയ്തിട്ടും നിങ്ങൾക്കറിയാതെ പോയ അല്ലെങ്കിൽ നിങ്ങൾ മിസ്സാക്കിയിട്ടുള്ള ഏതാനും ചില ഹിഡൻ ട്രിക്കുകളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇതിലെ ഒന്നാമത്തെ ഹിഡൻ ഫീച്ചർ എന്ന് പറയുന്നത്, നമ്മളിപ്പം എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ നേരത്തെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു സ്ക്രീൻഷോട്ട് നമ്മളിപ്പം ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് അറിയാം, നമുക്ക് ഇവിടെ നമ്മുടെ ഷെയർ ഷീറ്റിൽ ഇതുപോലുള്ള കോൺടാക്റ്റുകൾ, നമ്മളുടെ മെയിലിലും വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ വരുന്ന പല കോൺടാക്റ്റുകളും നമുക്ക് ഇവിടെ വരുന്നത്, ഇങ്ങനെ പോപ്പപ്പ് ആയി വരുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഹിഡൻ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സിൽ സിറി എന്നുള്ളിടത്ത് പോവുക. സിറി ഓപ്ഷനിൽ സിറി ആൻഡ് സെർച്ച് എന്ന ഓപ്ഷനിലേക്ക് ഏറ്റവും താഴത്തേക്ക് നിങ്ങൾ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം സജഷൻസ് ഫ്രം ആപ്പിൾ എന്നുള്ളത്. അവിടെ ഷോ വെൻ ഷെയറിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇതുപോലെ ഷെയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഷെയർ ഷീറ്റിൻ്റെ ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോൺടാക്ട് ലിസ്റ്റുകൾ അവിടെ പിന്നീട് കാണത്തില്ല. ഇതിലെ അടുത്ത ട്രിക്കാണ് നമ്മളെ ആപ്പിൾ മാപ്സ്. ആപ്പിൾ മാപ്സ് ആണ് നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം മാപ്പ് ആപ്ലിക്കേഷൻസ്, അതിപ്പം ഗൂഗിൾ ആയിക്കോട്ടെ ആപ്പിൾ ആയിക്കോട്ടെ, ഇതിലൊക്കെ നമ്മളൊരു മാപ്പ് സൂം ഇൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 2 ഫിംഗേഴ്സ് ഉപയോഗിച്ച് ഇങ്ങനെ സൂം ഇൻ ചെയ്യുകയും സൂം ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആപ്പിൾ മാപ്സിൽ നമുക്ക് 1 ഹാൻഡ് ജസ്റ്ററിൽ ഈ ഒരു സൂം ഇന്നും സൂം ഔട്ടും ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഏത് ഹാൻഡാണോ അതിലേക്ക് ജസ്റ്റ് സ്വിച്ച് ചെയ്യുക. അതിനുശേഷം എങ്ങോട്ടാണോ നമുക്ക് സൂം ഇൻ ചെയ്യേണ്ടത് ജസ്റ്റ് അവിടെ ഡബിൾ ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടത്തേക്ക് മാക്സിമം സൂം ചെയ്ത് പോകാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സൂം ഔട്ട് ചെയ്യാനും സാധിക്കുന്നത്. ജസ്റ്റ് നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുക, അവിടെ തന്നെ ഫിംഗർ ഹോൾഡ് ചെയ്യുക, ജസ്റ്റ് താഴത്തേക്ക് സ്ലൈഡ് ചെയ്യുക, സൂം ഔട്ടും മുകളിലേക്ക് സ്ലൈഡ് ഇൻ ചെയ്താൽ നമ്മൾ സൂം ഇന്നും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടി ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ നമ്മളെ ഫേസ് ഐ ഡി അല്ലെങ്കിൽ ടച്ച് ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് ലോക്ക് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഷോർട്ട് കട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ ഓട്ടോമേഷൻ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ പ്ലസ് ഐക്കൺ ടാപ്പ് ചെയ്യുക, ക്രിയേറ്റ് പേഴ്സണൽ ഓട്ടോമേഷൻ ടാപ്പ് ചെയ്യുക. അവിടെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ചൂസ് ആപ്പിനകത്ത് പോയിട്ട് ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ലോക്ക് ചെയ്യേണ്ടത് അത് നമ്മൾ സെർച്ച് ചെയ്യുക. ഇവിടെ ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്തു, യൂട്യൂബ് സെലക്ട് ചെയ്തു, ഡൺ കൊടുത്തു. ഡൺ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമ്മൾ വന്നതിന് ശേഷം ഒരു ആക്ഷൻ മാത്രം ആഡ് ചെയ്താൽ മതി. ലോക്ക് സ്ക്രീൻ എന്ന് പറയുന്നത് നമ്മൾ ആഡ് ചെയ്താൽ ലോക്ക് സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ജസ്റ്റ് അതിലേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആസ്ക് ബിഫോർ റണ്ണിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഡിസേബിൾ ചെയ്യുക, ഡോണ്ട് ആസ്ക് കൊടുക്കുക, ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഇനി മുതൽ നമ്മൾ ഏത് ആപ്ലിക്കേഷൻ, ഇപ്പം ഞാൻ യൂട്യൂബാണ് ലോക്ക് ചെയ്തേക്കുന്നത്, യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ലോക്ക് സ്ക്രീൻ ആയിരിക്കും വരുന്നത്. ഇത് ബൈപ്പാസ് ചെയ്യാതെ ഒന്നെങ്കിൽ നമ്മളെ പാസ്വേഡ് അല്ലെങ്കിൽ ഫേസ് ഐ ഡി ഇതൊന്നും ഇല്ലാതെ നമുക്ക് ആ ഒരു ആപ്പിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കത്തില്ല. ഇങ്ങനെ നമുക്ക് ഏത് ആപ്ലിക്കേഷനും, ആപ്പിളിൻ്റെ ആയിക്കോട്ടെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം ലോക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഇതുപോലെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആക്സിഡൻ്റലി ഈ ഒരു പവർ ബട്ടൺ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോള് കട്ടാവുകയും ചെയ്യും. അതോടൊപ്പം നമ്മുടെ ഡിവൈസ് ലോക്ക് സ്ക്രീനിലേക്ക് പോവുകയും ചെയ്യും. അതെങ്ങനെ നമുക്ക് തടയാൻ സാധിക്കും? ഇങ്ങനെ നമുക്ക് ലോക്ക് സ്ക്രീനിൽ അല്ലെങ്കിൽ ഫോൺ ലോക്ക് ആക്കിക്കൊണ്ട് നമുക്ക് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ ആക്സിഡൻ്റലായിട്ട് സംഭവിക്കുന്ന കോൾ ബട്ടൺ പ്രസ് അല്ലെങ്കിൽ പവർ ബട്ടൺ പ്രസ് ചെയ്ത് നമ്മുടെ കോൾ ഡിസ്കണക്റ്റ് ആകുന്നതും അല്ലെങ്കിൽ കട്ടാകുന്നതും നമുക്ക് എങ്ങനെ ഡിസേബിൾ ചെയ്യാൻ സാധിക്കും? അതിനുവേണ്ടി നമ്മൾ സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ ആക്സസിബിലിറ്റിയുടെ ഓപ്ഷനിൽ ടച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അവിടെ ഏറ്റവും താഴത്തേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രിവെന്റ് ലോക്ക് ടു എൻഡ് കോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ദോ നമ്മൾ കോളിലാണെങ്കിലും പിന്നീട് ഒരിക്കലും നമ്മൾ പവർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസ് ലോക്ക് ആയാലും നമ്മുടെ കോൾ കട്ടാകത്തില്ല. എമർജൻസി കോൾ ബൈപ്പാസ്, അതായത് നമുക്ക് ചില കോൺടാക്റ്റുകൾ വളരെ സ്പെഷ്യലാണ്, അവിടെ നിന്ന് വരുന്ന കോളുകളും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈവൻ ദോ നമ്മുടെ ഡിവൈസ് മ്യൂട്ടിലാണെങ്കിലും ഫോക്കസ് മോഡ് നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ കോൾ കൃത്യമായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ ഏത് കോൺടാക്റ്റ് ആണോ നമുക്ക് മാറ്റേണ്ടത് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ള ആ കോൺടാക്റ്റ് സെലക്ട് ചെയ്യുക. എഡിറ്റ് ഓപ്ഷനിൽ പോവുക. അവിടെ നിങ്ങൾ റിംഗ് ടൂൺ ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക. ഇവിടെ നിന്നാണ് നമ്മൾ റിംഗ് ടൂണുകൾ, നമുക്ക് ഇഷ്ടമുള്ള റിംഗ് ടൂണുകൾ സെലക്ട് ചെയ്യാവുന്നത്. അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് കാണാം എമർജൻസി ബൈപ്പാസ്. ഇത് നിങ്ങൾ എനേബിൾ ചെയ്യുക. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബൈപ്പാസ് അലൗ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ ഫ്രം ദിസ് പേഴ്സൺ ഈവൻ വെൻ ദ ഡിവൈസ് ഈസ് ഓൺ സൈലന്റ് ഓർ ഓൺ ഫോക്കസ് മോഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന കോളുകൾ ഒന്നും തന്നെ നമുക്ക് മിസ്സാകത്തില്ല. ഇനി മുതൽ നമ്മുടെ ഐഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഇൻഫർമേഷൻസ് എല്ലാം സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഈസി ആയിട്ടും എവിടെ വേണേലും ആക്സസ് ചെയ്യുന്ന രീതിയിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഈവൻ തോ നമുക്ക് എവിടെയെങ്കിലും ആവശ്യത്തിന് നമ്മുടെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഇൻഫർമേഷൻസ് ഒന്നും അറിയത്തില്ല അല്ലെങ്കിൽ നമ്പേഴ്സ് ഒന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതിൽ സഫാരിയിലേക്ക് പോവുക. സഫാരിയിൽ ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഓട്ടോ ഫിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്ട് ഇൻഫർമേഷനും താഴെ സേവ്ഡ് ക്രെഡിറ്റ് കാർഡ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ക്രെഡിറ്റ് കാർഡ് മാത്രമല്ല നമ്മുടെ ഡെബിറ്റ് കാർഡ് ഇൻഫർമേഷനും ആഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഇതിനുശേഷം നമ്മൾ സേവ്ഡ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഓപ്ഷനിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മുടെ ഫേസ് ഐ ഡി ചോദിക്കും. അത് ഒതൻറ്റിക്കേറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കുള്ളൂ.
വൺസ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ക്രെഡിറ്റ് കാർഡ് എന്നുള്ളത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പേര്, കാർഡ് നമ്പർ, എക്സ്പയറേഷൻ, CVV ഇങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമറ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് സേവ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇത് 100% സെക്യൂർ ആണ്. ഞാൻ ട്രൈ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എവിടെ പോയാലും നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് നമുക്ക് ആക്സസ് ചെയ്യാനും ഇതിൻ്റെയൊക്കെ നമ്പേഴ്സ് നമുക്ക് മറക്കാതിരിക്കാനും സാധിക്കും. ഇതിനുവേണ്ടി നമ്മുടെ കാർഡ് ക്യാരി ചെയ്യേണ്ട ആവശ്യവും ഇല്ല. അതോടൊപ്പം നിങ്ങളുടെ മാക്കിലോ ഐപാഡിലോ ഐഫോണിലോ എവിടെയെങ്കിലും നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഓട്ടോ ഫീൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സഫാരിയിൽ യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഐഫോണിൻ്റെ ഹോം സ്ക്രീനിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ജിഗിൾ മോഡിലേക്ക് നമ്മുടെ ആപ്പ് ഐക്കൺസ് എല്ലാം തന്നെ പോകുന്ന കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ഏറ്റവും താഴെയായിട്ട് നമുക്ക് എത്ര പേജുകൾ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് കാണിക്കും. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വ്യൂവിലേക്ക് പോകുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ പേജ് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേജുകൾ എത്ര വേണമെങ്കിലും പേജുകളും ആപ്ലിക്കേഷൻസും അതിലേക്ക് ആഡ് ചെയ്ത് വേണ്ട പേജുകൾ ആവശ്യമുള്ള സമയത്ത് നമുക്ക് കൺട്രോൾ ചെയ്ത് ഇതിൽ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് വഴി കളയാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് കംപ്ലീറ്റ്ലി ആ ഒരു പേജ് അവിടെ നിന്ന് തന്നെ റിമൂവ് ചെയ്യാൻ. അപ്പോൾ ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻസ് സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പല പേജുകൾ ക്രിയേറ്റ് ചെയ്ത് ഇതുപോലെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഐഫോണിൽ നമ്മുടെ കൺട്രോൾ സെൻറ്ററിൽ നമുക്ക് ഷെസാമിൻ്റെ ഒരു മ്യൂസിക് റെക്കഗ്നേഷൻ ഓപ്ഷൻ ഓൾറെഡി ബിൽറ്റ് ഇൻ ആയിട്ട് ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കറിയാം ഇത് ഉപയോഗിച്ചുകൊണ്ട് ഈ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്ത് പാട്ട് പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മ്യൂസിക് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് സാധിക്കുന്നതാണ്. എന്നാൽ ഇതേ സംഭവം ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഡിവൈസിൽ ഡിവൈസിൽ നമ്മൾ പ്ലേ ചെയ്യുന്ന, അതായത് നമ്മൾ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ നമ്മൾ പ്ലേ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പാട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പാട്ടിൻ്റെ പേര് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുകൊണ്ട് നമ്മൾ അത് പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിവൈസ് അത് കണ്ടുപിടിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരു ഉപയോഗവും നമ്മൾ ഈ ഒരു മ്യൂസിക് റെക്കഗ്നേഷൻ എന്ന് പറയുന്ന ഫീച്ചറിനുണ്ട്. നിങ്ങളൊരു iMessage യൂസറാണ്, അതിൽ ധാരാളം മീഡിയ ഫോർമാറ്റ്സ് ഒക്കെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ വളരെ എളുപ്പത്തിൽ സ്ക്രീൻഷോട്ട് ഏതാണ്, ഫോട്ടോ ഏതാണ്, വീഡിയോ ഏതാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ സീ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാണാം ഫോട്ടോസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനോടൊപ്പം തന്നെ സ്ക്രീൻഷോട്ട്സ് എന്ന് പറയുന്ന ഒരു ഡെഡിക്കേറ്റഡ് ടാബും നമുക്ക് കാണാൻ സാധിക്കും. ഇതിലൂടെ ആരാണിത് ഷെയർ ചെയ്തേക്കുന്നത്, ആരുടെ പ്രൊഫൈലാണ് ഇത് അവൈലബിൾ ആയെന്നുള്ള സകല ഇൻഫർമേഷൻസും നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. ഇപ്പോഴും മിക്ക ഐഫോൺ യൂസേഴ്സും അറിയത്തില്ലാത്ത മറ്റൊരു ഹിഡൻ ട്രിക്കാണ്, ചില സമയത്ത് നമുക്ക് കോൾ വരുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു പോപ്പപ്പ് ആയിട്ട് വരും, ഫുൾ സ്ക്രീനിൽ വരത്തില്ല എന്നുള്ള കാര്യം. ഈവൻ തോ നമ്മൾ ഒരു ഇമേജും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ ഫുൾ സ്ക്രീനിൽ വരുന്നില്ല എന്നുള്ള അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെറ്റിംഗ്സിൽ പോവുക, കോൾ ഓപ്ഷനിൽ പോവുക, അതിൽ ഇൻകമിംഗ് കോൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി കഴിയുമ്പം ബാനറാണ് നിങ്ങൾ സെലക്ട് ചെയ്തേക്കെങ്കിൽ അത് മാറ്റി ഫുൾ സ്ക്രീൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് കോളുകളെല്ലാം തന്നെ ഫുൾ സ്ക്രീനിൽ ലഭിക്കുന്നതായിരിക്കും. ഐഫോണിൻ്റെ ഫോട്ടോസ് ആപ്ലിക്കേഷനിൽ നമുക്ക് ഡിവൈസുകൾ, നമുക്കിപ്പം മൾട്ടിപ്പിൾ ഡിവൈസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡിവൈസുകൾ ഏതാണ് അതിനനുസരിച്ച് നമുക്ക് അതിലെടുത്തേക്കുന്ന ഫോട്ടോസ് വളരെ ഈസി ആയിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ സെർച്ച് ഓപ്ഷനിൽ പോവുക, ഐഫോൺ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾ ഐഫോണുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെടുത്തേക്കുന്ന ഫോട്ടോസുകൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഡൽസ് ഇവിടെ നമുക്ക് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതായിരിക്കും. iOS 16 മുതൽ നമുക്ക് ചില ഫയൽ ഫോർമാറ്റുകൾ, ഇപ്പം ഇമേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫയലോ ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതിനുള്ള എളുപ്പം അല്ലെങ്കിൽ ക്വിക്കസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് നമ്മളുടെ ഫയൽസ് ആപ്പിൽ iOS 16 മുതൽ ലഭിച്ചേക്കുന്നത്. അതിനുവേണ്ടി നിങ്ങളുടെ ഫയൽസ് ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യേണ്ട ഫയൽ, ഇതിപ്പോൾ ടെക്സ്റ്റോ ഇമേജ് ഫയൽ ആയിക്കോട്ടെ, അത് ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് താഴെ ക്വിക്ക് ആക്ഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ 5-6 ഓപ്ഷൻസ് ലഭിക്കുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് കാണാം ക്രിയേറ്റ് PDF, കൺവേർട്ട് ഇമേജ്, റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ 3 വളരെ പോപ്പുലർ ആയിട്ടുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്രിയേറ്റ് PDF ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെലക്ട് ചെയ്ത ഇമേജിൻ്റെ ഒരു PDF വേർഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇങ്ങനെ ഏത് ഫയൽ ഫോർമാറ്റിലുള്ള കാര്യങ്ങളും നമുക്ക് PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. സഫാരിയിൽ നമ്മളൊരു വെബ് സെർച്ചോ അല്ലെങ്കിൽ വെബ് പേജിലേക്കോ പോയതിനു ശേഷം നമുക്കൊരു പർട്ടിക്കുലർ വെബ് സെർച്ചിലേക്ക് അല്ലെങ്കിൽ പ്രീവിയസ്ലി നമ്മൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു വെബ് പേജിലേക്കോ ആ ഒരു പർട്ടിക്കുലർ വെബ് പേജിലേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് പോകാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മളിപ്പോഴും സ്വൈപ്പ് ചെയ്ത് അല്ലാന്നുണ്ടെങ്കിൽ ബാക്ക് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു ബാക്ക് ആരോയിൽ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ആ ഒരു സെർച്ച് സൈറ്റിലേക്ക് ഡയറക്റ്റ്ലി ഇവിടുന്ന് തന്നെ സെലക്ട് ചെയ്ത് പോകാൻ സാധിക്കുന്നതാണ്. നമ്മുടെ iPhone 14 Pro Maxലാണ് നമുക്കറിയാം ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മൾ നോർമലി നമുക്കറിയാം ഫോൺ അൺലോക്ക് ചെയ്യുന്നത് ഒന്നെങ്കിൽ പവർ ബട്ടൺ പ്രസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ ടാപ്പ് ചെയ്യുന്ന ശേഷമായിരിക്കും നമ്മൾ അൺലോക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ഡിവൈസുകളിൽ 14 Pro Maxൽ നമുക്ക് ജസ്റ്റ് ലോക്ക് സ്ക്രീനിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഓൾവേസ് ഓൺ മോഡിലാണെങ്കിൽ പോലും ജസ്റ്റ് താഴെ നിന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അൺലോക്ക് ചെയ്ത് ഡയറക്റ്റ്ലി നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് പോകുന്നതായിരിക്കും. വളരെ ഹാൻഡി ആയിട്ടുള്ള ഒരു ഹിഡൻ ഫീച്ചറാണ്. അത് നമ്മൾ എനേബിൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ സെറ്റിംഗ്സിൽ പോവുക, അതിൽ ആക്സസിബിലിറ്റി ഓപ്ഷനിലേക്ക് പോവുക. അവിടെ ടച്ചിൻ്റെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ടാപ്പ് ഓർ സ്വൈപ്പ് ടു വേക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അത് നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമുക്ക്
വേറെ എവിടെയും പ്രസ് ചെയ്യാതെ ഡിവൈസ് അൺലോക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഐഫോണിലുള്ള നിങ്ങളിൽ ചില ആളുകൾക്കെങ്കിലും അറിയത്തില്ലാത്ത ഏതാനും ചില ഹിഡൻ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.